ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? അതെ, ബെല്ലടിക്കുകയാണ്. ആരാണ് ബെല്ലടിക്കുന്നത്? എൻ്റെ ഹസ്ബൻഡാണ് ബെല്ലടിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷാനു എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ബാസലിലെ ഒരു ഹോസ്പിറ്റലിലെ ക്ലാര ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഷാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് എന്താണ് വ്ളോഗിൽ കൂടി കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ വ്ളോഗിൽ കൂടി കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പം വന്നു, ഷൂസൊക്കെ ഊരി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറുകയാണ് ഷാൻ. അപ്പം നമ്മൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം കുളിച്ച് റെഡിയാകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ, അതുകൊണ്ട് നമ്മളെപ്പോഴും കുളിച്ച് നീറ്റായിട്ടിരിക്കുക. കാരണം അവർക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. അതിന് ശേഷം ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഷാൻ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ജാക്കറ്റൊക്കെ ഊരി അതിൻ്റെ അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം കുളിക്കാൻ പോവുകയാണ് ഗൈസ്. കുളിച്ചിട്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് കുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബർഗറാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. കുളിക്കുന്ന എന്തൊക്കെയാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടർക്കി എടുത്തു, എല്ലാം എടുത്ത് ഷാൻ കുളിക്കാൻ പോയി. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് ഈ സാധനമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് ഇങ്ങനെ ഒരു സ്മാഷ് ചെയ്ത് ഒരു രൂപത്തിലാക്കിയ ഒരു സംഭവമാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നമ്മൾ പാനിലേക്ക്. അതിനുശേഷം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇച്ചിരി ചൂടായി കഴിയുമ്പം നമ്മളിങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചേക്കുന്ന ഈ ബീഫ് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് സാൾട്ടും ഇട്ട് കൊടുക്കും. ഓക്കെ, അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സ്പൈസസും ഞാൻ ആഡ് ചെയ്യാറില്ല. അതിനുശേഷം ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പാർട്ട് കുക്കായതിന് ശേഷം നമ്മൾ തിരിച്ചു വെച്ച് അടുത്ത പാർട്ടും കൂടി കുക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് പെപ്പറും കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഞാനിത് നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബീഫ് ഇങ്ങനെ ഒരു ശൈലിയിൽ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം ഞാനത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 7 മിനിറ്റ്സ് എടുക്കും അത് കുക്ക് ചെയ്യാൻ. അപ്പോഴത്തേന് നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർഗറിൻ്റെ ബണ്ണ് ചൂടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ചൂടാക്കാൻ വേണ്ടി ഒരു ടോസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ടോസ്റ്ററിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ ബർഗറിൻ്റെ ബണ്ണ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ചൂടാക്കാൻ കുറച്ച് നേരം വെച്ചു. അതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് നന്നായിട്ട് നന്നായിട്ട് വാമായിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഒരു ബണ്ണാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കുക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്ന ബീഫിൻ്റെ ഇത് ഞാൻ അതിലേക്ക് വെച്ചു. അതിന് ശേഷം പിക്കിൾ എടുക്കുകയാണ്. ഇത് എന്തിൻ്റെ പിക്കിളാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുക്കുംബറിൻ്റെ പിക്കിളാണ്. അത് വെച്ചു. അതിന് ശേഷം സോസ് ഒഴിച്ചു. സോസ് നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോസ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊമാറ്റോ ആണ് ഗൈസ്. ടൊമാറ്റോ വെക്കുമ്പോൾ നമ്മളുടെ ബർഗർ ഇച്ചിരിയും കൂടി ഹെൽത്തി ആവും. അതിനുശേഷം ഞാൻ ബർഗറെല്ലാം സെറ്റ് ചെയ്തു നന്നാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതാണ് മിൽക്ക്. ജർമ്മനിലെ മിൽഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് എന്നാണ് അർത്ഥം. നമ്മളുടെ മിൽക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം മിൽക്കുണ്ട്. കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആൾക്ക് കുറച്ച് പോഷകാഹാരങ്ങളൊക്കെ കിട്ടണമല്ലോ. അതിന് ശേഷം കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. ഡേറ്റ്സും ഞാൻ എടുത്തു വെച്ചു. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി കുളിക്കാൻ പോയ ആൾ റെഡി ആയോ എന്ന് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അതെ, എന്തൊക്കെയോ അനക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, കുളിച്ചു കഴിഞ്ഞത് ആ സുന്ദരക്കുട്ടനായി പുറത്തിറങ്ങി ഷാൻ. അപ്പം ഷാനിൻ ഡയറക്റ്റ് പോകുന്നത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. ഫ്രിഡ്ജിൽ ചെന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിച്ച് ഒന്ന് ഇച്ചിരി നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് കഴിക്കില്ല, ഡയറക്റ്റായിട്ട് പോയി കിടന്ന് ഉറങ്ങുകയില്ല. ഇച്ചിരി നേരം TV ഒക്കെ കണ്ട് റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ TVയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ ഇരുന്ന് സെർച്ച് ചെയ്ത് കാണണം. അപ്പം ഷാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സ് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളെ ഒക്കെ
പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോവില്ല. അപ്പം ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഷാൻ ഇന്നലെ ഞാൻ കളിച്ച ഡാൻസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇനി ഒരുപാട് ലൈക്സും വ്യൂസും ഒക്കെ വരും, ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഷാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഷാനാണ് കേട്ടോ എന്നെ ഈ യൂട്യൂബ് ചാനലിലാണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഷാൻ തന്നെയാണ്. ഷാനാണ് നമ്മളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്തിയെ മോനെ കൊണ്ട് സ്കൂളിൽ വിട്ടോ, മോൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നെ മോളുണ്ട്, മോൾ ഉറങ്ങുവാണോ, മോളെ എങ്ങനെയുണ്ടായിരുന്നു, രാത്രിയിലൊക്കെ നന്നായിട്ട് ഉറങ്ങുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ചോദ്യമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബർഗറാണ് ഗൈസ്. ഇപ്പം ഷാൻ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. യമ്മി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, നന്നായിട്ടുണ്ട്. അപ്പം കുറച്ച് ബർഗറും കുറച്ച് പാലും കൂടെ കുടിച്ച് ഷാനപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ പെട്ടെന്ന് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞ് ഉടനെ എണ്ണിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇനി റെസ്റ്റ് ആണല്ലോ വേണ്ടത്. ഇത്രയും ദിവസം ഒരു 5 days ഷാൻ നൈറ്റ് ആയിരുന്നു. അതിന് ശേഷം ഇന്ന് നൈറ്റ് ഓഫ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഉറങ്ങാൻ നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ജോലിയുടെ ആയിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കിടന്നു ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്, ബൈ ഗൈസ് എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. കിടന്നു, കണ്ണടച്ചു. അപ്പോഴത്തേന് ഞാൻ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഷട്ടറൊക്കെ താക്കുന്നു. അപ്പോൾ സമാധാനത്തോടെ നമ്മളുടെ ഇരുട്ട് റൂമിൽ കിടക്കുന്ന പോലെ കിടന്നുറങ്ങും. അപ്പോൾ ഷാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് ഷാൻ. ഷാൻ ഉറങ്ങിക്കഴിഞ്ഞ് വേറൊരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണ്ണിറ്റിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ബേബി, ഇതാണ് എസ്ര ബേബി. അപ്പോൾ എസ്ര ബേബി എണ്ണിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം വേറൊരു ഇതുമായിട്ട്. അപ്പം താങ്ക് യു, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ബൈ.